അയ്യപ്പനെ ഇൻ്റർനാഷണൽ ആക്കാനേ ഗ്ലോബൽ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡൊക്കെ പാടെ കൂടി ചേർന്നിട്ട്. അയ്യപ്പനെ ഗ്ലോബലി ഇൻ്റർനാഷണൽ ആക്കണം, വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ഭയങ്കര ഫെസിലിറ്റി കൊടുത്ത് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഉഡായിപ്പ് ന്യായം പറഞ്ഞിട്ടാണ് ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു പരിപാടി ഇവർ ഓർഗനൈസ് ചെയ്തത്. അന്ന് നാട്ടുകാരോടും ചോദ്യം ചോദിച്ചവരോടൊക്കെ പറഞ്ഞത് സ്പോൺസർ കാശ് തരും, ദേവസ്വത്തിൻ്റെ ഫണ്ടൊന്നും കൊടുക്കില്ല, സർക്കാരും കൊടുക്കില്ല. ഹൈക്കോടതി ചോദിച്ചപ്പോഴും സ്പോൺസർ വരും എന്തായിരുന്നു പറഞ്ഞത്. കുറേ സ്പോൺസർമാരിപ്പോൾ അകത്ത് കിടക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണം കട്ട കേസായിട്ട്. അപ്പോൾ ഈ വേറെ ഏത് സ്പോൺസർ എന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞു തരണം. അങ്ങനെ അടിമുടി ആകെ മൊത്തം തട്ടിപ്പും വെട്ടിപ്പും. വീരപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങി ഇവന്മാരുടെ അടുത്ത് ശിഷ്യപ്പെട്ടേനെ. ആ രീതിയിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, തട്ടിപ്പും വെട്ടിപ്പും ഒപ്പിച്ച് വെച്ചിട്ടുള്ളത്. അതിനിടയിൽ നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പേരിലും ഉടായിപ്പ്. MV ഗോവിന്ദൻ ആൻഡ് ടീം ഭജൻസ് ആണോ ഇനി അവിടെ നടന്നതെന്നുള്ളതൊക്കെ നമുക്കിനി ഈ ഒരു കോണ്ടൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ വിശദമാക്കിയിട്ട് അങ്ങോട്ട് പറയാം. ഓക്കെ, നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെയാണ് കുറച്ചും കൂടി ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്താണെങ്കിലും എന്താ നടന്നതെന്നുള്ളൊരു ഏകദേശ ധാരണ ന്യൂസിലൊക്കെ വന്നത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ധൂർത്തിന്റെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മുന്നിലെത്തിയത്. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് മൊത്തം 10 കോടിയോളം രൂപ ചെലവായി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ 6.64 കോടി രൂപ കൊടുത്തു തീർത്തിട്ടുണ്ട്. ശേഷിച്ച 4.35 കോടി രൂപ കടബാധ്യതയായി തുടരുന്നു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തലേ ദിവസം തന്നെ പമ്പയിലെത്തി. മരാമത്ത് സമുച്ചയത്തിലാണ് താമസ സൗകര്യമൊരുക്കിയത്. ഒരു രാത്രി മുഖ്യമന്ത്രിക്ക് കഴിയാൻ പമ്പയിലെ മരാമത്ത് സമുച്ചയത്തിലെ മുറി തയ്യാറാക്കാൻ ചെലവാക്കിയത് 2 ലക്ഷത്തോളം രൂപയാണ്. കട്ടിലും മെത്തയും തലയിണയും പുതുതായി വാങ്ങിക്കാൻ ചെലവിട്ടത് 1,11,000 രൂപ. കോർണർ സോഫയ്ക്കും ടീപ്പോയ്ക്കുമായി 65,000 രൂപ. പരവതാനിക്ക് 15,930 രൂപ. ചടങ്ങിൽ പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഭജനയ്ക്ക് 8 ലക്ഷം രൂപ എന്നാണ് സമർപ്പിച്ചിരിക്കുന്ന ബില്ല്. എന്നാൽ നന്ദഗോവിന്ദൻ ഭജൻസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. അവരെ ക്ഷണിച്ചതുപോലുമില്ല. ഗായകൻ ഇഷാൻ ദേവിന്റെയും സംഘത്തിന്റെയും ഭക്തിഗാനസുതയും വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തിഗാനമേളയുമാണ് നടന്നത്. ഇതിന്റെ ബില്ലൊന്നും ഓഡിറ്ററുടെ മുന്നിൽ എത്തിയിട്ടില്ല. ധൂർത്തിന്റെ അമ്പരപ്പിക്കുന്ന കണക്കുകൾ ഇനിയുമുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ. അതിഥികൾക്കായി താമസ സൗകര്യം ഒരുക്കിയത് പമ്പയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കുമരകത്തും മൂന്നാറിലും കോട്ടയത്തുമൊക്കെയാണ്. അവിടെ നിന്ന് അതിഥികളെ എത്തിക്കാനും ലക്ഷങ്ങൾ ചെലവായി. പരിപാടി നടത്തിയത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് സർക്കാർ കൈയൊഴിയുമ്പോൾ അതിഥികൾക്കുള്ള മുറികൾ മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മാത്രം 37,25,752 രൂപയുടെ ഹോട്ടൽ ബില്ലുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ മൂന്നാറിലെ റിസോർട്ടിന്റെ 25,300 രൂപയുടെ ബില്ലുമുണ്ട്. ഇതിന് ദേവസ്വം ബോർഡ് GST നമ്പറും കൊടുത്തിട്ടില്ല. 300 കിലോമീറ്ററോളം അതിഥികളുമായി ടാക്സി ഓടാൻ 10 ലക്ഷം രൂപ ചെലവായി. ഡീസലിന് മാത്രം 7.44 ലക്ഷം രൂപ. സംഗമവേദിയിലെ VIP ലോഞ്ചിൽ ഭക്ഷണത്തിനായി 30,000 രൂപ. സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ പോലീസിന് 16 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് നൽകണം. ഇതുകൂടാതെ പരിപാടി നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നൽകിയ ബില്ലുകളും ഉപകരാർ എടുത്തവർ നൽകിയ രേഖകളിലും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അപൂർണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനൗദ്യോഗിക നിലപാട്. ചർച്ചകൾക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതേസമയം ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഒരു വിശദീകരണവും ബോർഡ് നൽകിയിട്ടുമില്ല. അങ്ങനെ ആകെ മൊത്തം അടിമുടി ഫുള്ള് കള്ളക്കണക്കും കൊടുത്ത് ഇവന്മാരെന്ത് ചെയ്ത് ഈ ആഗോള അയ്യപ്പ സംഗമമാണ് നടത്തിയെടുത്ത്. ഇതിനകത്ത് തന്നെ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെ കൊണ്ടുവന്നു എന്നുള്ള പേരിൽ 8 ലക്ഷം അവർക്ക് ബില്ലടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ടില്ല എന്നുള്ളത്. ഇവർ ഇത്രയും ഫെയിം ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇവർ വന്നു പോയതൊക്കെ നാട്ടുകാർ കാണില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു മിനിമം ഒരു കൂറക്കുട്ടിക്കുള്ള ബുദ്ധിയെങ്കിലും എന്തായാലും കക്കുന്നു വെട്ടിക്കുന്നു. അപ്പോൾ പിന്നെ അത് കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ ഈ പൊളിയും എന്നുള്ള രീതിക്ക് തന്നെ ചെയ്തു വെക്കണമെന്നുള്ളതൊരു പിടുത്തമില്ല. ഇതിനകത്ത് ഭയങ്കര കോമഡിയുള്ള വേറൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇവരൊരു ഭയങ്കരമായ ന്യായം അടിച്ചിറക്കിയിരുന്നു. PS പ്രശാന്ത് ആയിരുന്നു ആ സമയത്ത് ഇവിടെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് ഇരുന്നിരുന്ന വ്യക്തി. ഈ വ്യക്തി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ അതിനകത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഈ പറഞ്ഞ പരിപാടിക്ക് ചിലവാക്കിയ പൈസയും അതിൻ്റെ വരവ് എല്ലാം കൂടിയുള്ളൊരു എസ്റ്റിമേറ്റ് സാധനമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇയാളിതിലിട്ടതിൽ ഇതിനകത്ത് 1-2 സാധനങ്ങൾ ഭയങ്കര കോമഡിയാണ്. ഇതിനകത്തൊരു കണക്കുണ്ട്. അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടി പാർട്ട് F എന്ന് പറഞ്ഞിട്ട് ചിലവാക്കിയ പൈസ
47 ലക്ഷം രൂപ റിക്വസ്റ്റഡ് എമൗണ്ട് എന്നുള്ളിടത്ത് 25 ലക്ഷം രൂപ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഈ മൊത്തമായിട്ടുള്ള ആഗോള ഗ്ലോബൽ അയ്യപ്പൻ പരിപാടി മൊത്തത്തിൽ ആളുകളെ അറിയിക്കാനും പബ്ലിസിറ്റി PR വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ 47 ലക്ഷം രൂപ ചോദിച്ചു, 25 കിട്ടിയെന്ന് പറയുന്നു. പിന്നെ പാർട്ട് എച്ചിനകത്ത് പ്രീവെൻ്റ് ആക്ടിവിറ്റീസ് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും 64 ലക്ഷം രൂപ ചോദിച്ചു, വീണ്ടും 25 ലക്ഷം കിട്ടി. കാരണം 50 ലക്ഷം രൂപ ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലവാക്കി എന്ന് പറഞ്ഞു. എൻ്റെ അറിവിൽ ഇത് ആര് പബ്ലിസിറ്റി നടത്തി, ഇത് എവിടെ പബ്ലിസിറ്റി നടത്തി, ആരൊക്കെ വന്നു, എങ്ങനെ ഇത് പബ്ലിസിറ്റി ആയി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. 50 ലക്ഷം രൂപേൻ്റെ പബ്ലിസിറ്റി അവിടെ നടന്നു എന്നുള്ളത് അതൊക്കെ കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ കൾച്ചറൽ ഇവൻറ്റിന് 40 ലക്ഷം ചോദിച്ചു, 31 ലക്ഷം അവർക്ക് പാസ്സായി കിട്ടി. ഈ 31 ലക്ഷം രൂപയ്ക്കുള്ള കൾച്ചറൽ ഇവൻ്റ് എവിടെയാണ് ഈ ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്നുള്ളത്. കാരണം അതൊന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് ഞാനൊക്കെ കണ്ടത് അതിനകത്ത് കൂടുതലായിട്ട് പിണറായി വിജയന് ബാക്കി പിണറായി വിജയൻ്റെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഒരു സ്ഥലത്ത്, ബാക്കി മന്ത്രിമാരെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഒരു സ്ഥലത്ത്. പിന്നെ ഇതിൽ ഈ ഒരു ഇവൻ്റായിട്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നന്ദഗോവിന്ദൻ ഭജൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് അല്ലാതെ പിന്നെ അവിടെ വന്നത് ആര് എന്നുള്ളൊരു ചോദ്യം വരും. അത് വന്ന് ഇഷാൻ ദേവും പിന്നെ വിജയ് യേശുദാസുമാണ്. അപ്പോൾ വിജയ് യേശുദാസും ഇഷാൻ ദേവും വന്നു പോയതിന് 31 ലക്ഷം രൂപയുടെ ചിലവുണ്ടോ? അങ്ങനെ ഒരു ചിലവ് അത്രയും എക്സ്പെൻസീവ് ആണോ അവർ? എന്തുവാണ് ഇത്? എന്തെന്നാ ഇവന്മാരിത് 31 ലക്ഷം രൂപയ്ക്ക് എന്ത് കൾച്ചറൽ ഇവൻ്റാണ് അവിടെ നടത്തിയതെന്നുള്ളതെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. ഈ കോമഡി അതല്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിലേറെ തള്ളാണ് അങ്ങേര്. അതിനുമുമ്പ് ആദ്യം ഒരു ഭജന നടന്നത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഒരു ഭജന നടന്നു എന്നുള്ളത് ശരിയാണ്. അതാരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണമൊന്നും കൊടുക്കുന്ന ഞാനെല്ലാം ഏർപ്പാട് ചെയ്ത് ഞാനല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. അവരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാം. അവർക്ക് ആയിരുന്നു. ഏതായാലും അവിടെ ഒരു ഭജന നടന്നിരുന്നു ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്, ഈ ഗാന സമ്മേളനം തുടങ്ങുന്നത്. ഭജന എന്താ, ഗാനമേള എന്താണെന്ന് അറിയാത്ത ഒരാളെ പിടിച്ചിട്ടാണോ ഈ മന്ത്രിയാക്കുന്നത്? ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജന ഫോർമാറ്റിൽ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. മന്ത്രിക്കത് കണ്ടാൽ പോലും മനസ്സിലാവാത്തൊരു മന്ത്രി ഭജന ഏതാ ഗാനമേള ഏതാണെന്നുള്ളത്. ഇത് അന്ന് ഇഷാൻ ദേവ് കൈരളി TV ഇഷാൻ ദേവിൻ്റെ ഒരു ബൈറ്റ് എടുത്തപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കന്നഡ, തമിഴ് എല്ലാ ഭാഷകളിലും ഇങ്ങനെ. എൻ്റെ മലയാളം എൻ്റെ അഭിമാനം. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല പരിപാടികളൊക്കെ വരുമ്പം നിങ്ങളെയൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് അല്ലേ? താങ്ക് യു സോ വരൂ, പാടൂ. അയ്യപ്പൻ വിളിച്ചിട്ട് വന്നതാ. അയ്യപ്പൻ വിളിച്ചു വന്നു. താങ്ക് യു സോ മച്ച്. അയ്യപ്പന് വേണ്ടി എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ മലയാളം എൻ്റെ അഭിമാനം, അയ്യപ്പൻ വിളിച്ചിട്ട് വന്നു. എന്നിട്ട് ഇഷാൻ ദേവ് എന്ന കാശ് വാങ്ങിയില്ലേ? ഫ്രീ ആയിട്ട് വന്നിട്ട് അയ്യപ്പന് വേണ്ടി ചെയ്തു കൊടുത്ത് പോയതാണോ? അതും എൻ്റെ മലയാളം എൻ്റെ മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് വേണ്ടി ഫ്രീ ആയി ചെയ്തു കൊടുത്തു. കാശ് എന്തായാലും എഴുതി വാങ്ങിക്കാണുമല്ലോ. അല്ല, ഈ നന്ദഗോവിന്ദൻ ഭജൻസ് വന്നില്ല, അവരെ പേരിൽ 8 ലക്ഷം വാങ്ങിയത് ഇഷാൻ ദേവിന് പോയി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. 8 ലക്ഷം രൂപയാണ്. എന്താല്ലേ ഇപ്പോഴത്തെ വിശ്വാസികൾ? നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന നിങ്ങളുടെ പൈസയാണ് ഈ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ട് ഈ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് വഴിക്ക് എങ്ങനെ ചിലവാക്കി എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്കെങ്കിലും വേണം. മന്ത്രിക്കോ ഇതിനെക്കുറിച്ചൊരു അന്തവും പുത്തകവും ഇല്ല. അപ്പോൾ പിന്നെ കാണുന്ന നാട്ടുകാർ നമ്മളും മണ്ടന്മാരാന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ചോദ്യം ചെയ്യണം അതിനൊക്കെ. മീഡിയ ചോദിക്കുന്നുണ്ട്, പക്ഷേ മീഡിയ ചോദിക്കുന്നത് മാത്രം ആവരുത്. അവിടെ ശബരിമലയിൽ ചെല്ലുന്ന ഓരോ വിശ്വാസിയായിട്ടുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്യണം. കാരണം നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങൾ കാണിക്കയായിട്ട് നേർച്ചയായിട്ട് ഇട്ട് കൊടുക്കുന്ന കാശാണ് ഇവന്മാരെന്ത് ചെയ്യുന്നത്? അടവടല ഈ ചിലവാക്കി തീർക്കുന്നത്. നന്ദഗോവിന്ദൻ ഭജൻസിന് ഇതിനിടയിൽ ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു മീഡിയ വൺ. നന്ദഗോവിന്ദൻ ഭജൻസ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി, പക്ഷേ തിരക്ക് കാരണം പോകാൻ പറ്റില്ല. പക്ഷെ അവരെവിടെയും 8 ലക്ഷം രൂപയുടെ ഒരു വൗച്ചറും അല്ലെങ്കിൽ ഒരു ബില്ലൊന്നും അവർ റിസീവ് ചെയ്തിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ബില്ല് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെ നിങ്ങൾ അവിടെ പരിപാടി നടത്തിയിട്ടുണ്ടോ? അവിടെ എന്നെ നോർമലി വിളിക്കുന്ന പോലെ ഒരാൾ വിളിച്ച് പ്രോഗ്രാം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് അന്ന് എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു, നമ്മൾ പരിപാടി എടുത്തിട്ടില്ല. ആണല്ലേ? അപ്പൊ നിങ്ങൾ പരിപാടി എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ക്യാഷ് ആയിട്ട് അങ്ങനെ 8 ലക്ഷം രൂപ വാങ്ങിയെന്ന പേരിൽ ഒരു ബില്ല് വാങ്ങിയിട്ടുണ്ട് അവിടെ ദേവസ്വം? നമ്മൾ വാങ്ങിയില്ല, നമ്മുടെ പ്രോഗ്രാം ഇല്ലായിരുന്നു. നമ്മളങ്ങനെ പേയ്മെന്റ് വാങ്ങത്തില്ല. പ്രോഗ്രാം ഉണ്ടെങ്കിലേ നമ്മൾ പേയ്മെന്റ് വാങ്ങും. സാറിന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. സാർ ഇതിന്റെ മാനേജർ എങ്ങനെയാ? സാർ ഇതിന്റെ മാനേജർ പ്രോഗ്രാം കോർഡിനേറ്റർ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പരിപാടി അവിടെ അതിന്റെ സമീപത്തും നടത്തിയിട്ടില്ല അല്ലേ? ഇല്ലില്ല. നമ്മള് എന്നാ വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്തോ നമുക്ക് എന്ന് വെച്ചാൽ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിച്ചു, 1-2 പേര് വിളിച്ചു ചോദിച്ചായിരുന്നു. പക്ഷെ അത് ആരാന്ന് നമുക്ക് ഓർക്കുന്നില്ല. പക്ഷെ നമുക്ക് അന്ന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ വിളിച്ചിട്ടുമില്ല. ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ വേണ്ടിയാണോ അവർ ചോദിച്ചത്?
അവിടെ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വേറെ 2-3 പേര് ഇതുപോലെ തന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഡേറ്റ് ഇല്ല, നമുക്ക് വേറെ പ്രോഗ്രാമുകളുണ്ട്, നമ്മൾ കാണത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ അവൈലബിലിറ്റിയും കുറവായിരുന്നു. നിങ്ങളെ എന്തെങ്കിലും ബില്ല് വല്ലതും വാങ്ങിച്ചോ? ഒരു പരിപാടി നടത്തിക്കുമ്പോൾ അങ്ങനെ വലിയ ബില്ല് വാങ്ങിച്ചില്ല? ഒന്നുമില്ല, ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഒന്ന് കോൺടാക്ട് ഒന്നും നടന്നിട്ടില്ല അല്ലേ? ഇല്ല, അവര് വിളിച്ചു ചോദിച്ചു, എൻക്വയറി ചെയ്തു. അത് നമ്മളില്ല എന്ന് പറഞ്ഞു, നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരൊന്നും വിളിച്ചൊന്നുമില്ല. കേട്ടല്ലോ, നന്ദഗോവിന്ദം ഭജൻസ് അന്നേ ദിവസം അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. അതിൻ്റെ പേരിലൊരു ബില്ലോ എന്തെങ്കിലും കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവരെ അറിവിലല്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഈ ഓഡിറ്റ് കൃത്യമായ ബില്ലുകളോ കാര്യങ്ങളോ ഇല്ലാതെ, അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായുള്ള രേഖകളില്ലാതെ കൃത്യമായ ഒരു ഓഡിറ്റ് എങ്ങനെ നടത്താൻ പറ്റുക? അപ്പോൾ അവർ ഓഡിറ്റ് നടത്തിയത് അവരൊരു ഊഹാപോഹം വെച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവർ കൊടുത്ത, അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ, ഊരാലുങ്ങളുടെ ഏതോ ഒരു സബ് കമ്പനീനാണ് സർക്കാർ ഈ പരിപാടി ഏൽപ്പിച്ചത്, ദേവസ്വം ബോർഡ് ഈ പരിപാടി ഏൽപ്പിച്ചതാണ് ലേറ്ററാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവർ ഇതിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫിഗർ കാണിച്ചിട്ടാണോ ഓഡിറ്ററിൻ്റെ കയ്യിൽ കൊടുത്തത്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കമ്പനിയുടെ കയ്യിൽ കൊടുത്തത്? ഇതിൽ കുറേ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഇനി ഇത് പൈസ പോയത് ഇവിടെ മാത്രമൊന്നുമല്ലോ, ഇനിയും കുറേ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കിയിട്ടുണ്ടേ. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്ക് പലരും പറയുന്നത് പലത്. ദേവസ്വം ബോർഡ് നിയോഗിച്ച വിജയന്റെ അസോസിയേറ്റ്സിന്റെ ഓഡിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ വരവ് ചെലവ് കണക്കിൽ ഗുരുതര വീഴ്ചകളാണ് സ്പെഷ്യൽ കമ്മീഷണർ നിരത്തുന്നത്. എന്നാൽ തെറ്റിദ്ധാരണ പരത്തുന്ന റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്പോൺസർഷിപ്പായി കിട്ടിയ 2 കോടി ഇനിയും ദേവസ്വം ഫണ്ടിലേക്ക് തിരിച്ചടച്ചിട്ടില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ പറയുമ്പോൾ അങ്ങനെയല്ലെന്നാണ് പ്രശാന്തിന്റെ വാദം. സ്പോൺസർഷിപ്പായി 3 കോടി കിട്ടി, അത് ഒക്ടോബർ 15 തിരിച്ചടച്ചു. 1 കോടി കൂടി സ്പോൺസർഷിപ്പായി കിട്ടി. ആകെ ചെലവ് 4.5 കോടിയും GSTയും എന്നാണ് ദേവസ്വം കമ്മീഷണറുടെ ഇടക്കാല റിപ്പോർട്ട് വെച്ച് മുൻ പ്രസിഡന്റിന്റെ കണക്ക്. ഈ വാദം കണക്കിലെടുത്താൽ 1 കോടി ഉണ്ടെങ്കിൽ എല്ലാം കൊടുത്തു തീർക്കാനാകുമെന്ന് ചുരുക്കം. ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും മുൻപ് പറഞ്ഞ ചെലവ് കണക്ക് കേൾക്കുക. സ്പോൺസർഷിപ്പ് വഴി കിട്ടിയിട്ടുള്ളത് 4 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്. ചിലവ് അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 7 കോടി. 7 കോടിയുടെ ഒരു എസ്റ്റിമേറ്റാണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള എമൗണ്ട് കൊടുത്തിട്ടില്ല. പൊതുവിൽ അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു 7 കോടിക്കുള്ളിൽ നിൽക്കുന്ന രൂപത്തിലാണ് അവർ കണ്ടിട്ടുള്ളത്. ഇതിലും കൂടുതൽ തുക കൊടുക്കാനുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലെന്നാണ് വിവരം. ടെൻഡർ നടപടി പാലിക്കാതെ ഊരാളുങ്കലുമായി ഇടപാട്, ഉപകരാറുകാർ ചെലവഴിച്ച യഥാർത്ഥ തുക കണ്ടെത്താൻ കൃത്യമായ കരാറും രേഖകളുമില്ല തുടങ്ങിയ വീഴ്ചകൾ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. കലാപരിപാടികൾക്ക് 2 ലക്ഷമായിരുന്നു ബജറ്റെങ്കിൽ ചെലവായി കാണിച്ചത് 8 ലക്ഷം. ഫർണിച്ചറുകൾ വാങ്ങിയതടക്കമുള്ള കണക്കുകളിലുമുണ്ട് പൊരുത്തക്കേടുകൾ. അടിമുടി കണക്കുകളിൽ ദുരൂഹത, കണക്കുകളിൽ പെശക്. ഇത് ആക്ച്വലി എന്താ പറയുക, ഇത് നമ്മുടെ നാട്ടിൽ ഈ ഗവൺമെൻറ്, നിങ്ങളിപ്പോൾ ഈ 10 കൊല്ലം ഈ പിണറായി ഗവൺമെൻറ് ഭരിച്ച സമയത്ത് നിങ്ങൾ എടുത്തു നോക്ക്, പല രീതിയിലുള്ള ഇതേപോലത്തെ ഇവൻറ്റ്സ് ഇവർ ഓർഗനൈസ് ചെയ്യും. അതിൻ്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും ഇവരെന്ത് ചെയ്യും, എഴുതി വാങ്ങും. ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിലൊരു ക്ലാരിറ്റി ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഒക്കെ ഇവരുടെ ടെൻഡറിൽ പോകുന്നതോ അല്ലെങ്കിൽ ടെൻഡർ ഇല്ലാതെ വരുന്നതുമായിട്ടുള്ള കമ്പനികളും അതിന് സബ്ബായിട്ട് പോകുന്ന വേറെ കുറേ കമ്പനികളും, അതിനൊക്കെ പൈസ എടുക്കുന്നത് എവിടുന്ന? ഇതിന് പിരിവ്, സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന പിരിവ് ഇവിടെ എന്താ അറിയോ, ലിറ്ററലി ഭീഷണിപ്പെടുത്തി ഇവിടുത്തെ പാവപ്പെട്ട വ്യവസായികളുടെ കയ്യിൽ നിന്ന് കുത്തിന് പിടിച്ച് വാങ്ങുന്ന പൈസയാണ്. നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ പൈസ കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. കണ്ണീരിലെ പൈസയോ നിങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ടാവുക. കാരണം നേതാക്കന്മാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ മേടിച്ചിട്ട് പോകണത്, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളപ്പൈസ കൊടുപ്പിക്കാനുള്ള സ്പോൺസർമാർ ആരെങ്കിലും ഇപ്പോൾ കൊണ്ടുപോയിട്ട് പൈസ ഇട്ട് കൊടുക്കും. ശബരിമലയിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ. അല്ലാതെ ഇവിടെ ഏത് സ്പോൺസർ എന്ത്, ഈ പിരിവല്ല, ഗുണ്ടാ പിരിവാണ് നടത്തുന്നത് ഇതിൻ്റെ പേരിൽ. പിന്നെ ഇതേപോലെ ദേവസ്വം ബോർഡിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പൈസ ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്ത് അടിച്ചു മാറ്റാനുള്ള വേറെ കുറേ പരിപാടി. ഇതൊക്കെ നമുക്കറിയാത്തതാണ്. ഒരു സാധാരണ ഒരു ഉഡായിപ്പ് നടത്തണം എന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ക്ലബ്ബ് വരെ ചിലപ്പോൾ ചെയ്യുന്ന ഒരു ഉഡായിപ്പിൻ്റെ ഒരു ലാർജ് സ്കെയിൽ ഉഡായിപ്പല്ലേ ഇപ്പോൾ ഇവന്മാർ നടത്തിയത്, ഗവൺമെൻറ്റും ഈ പറഞ്ഞ ദേവസ്വം ബോർഡും കൂടി. ഈ പരിപാടിക്ക് ഈ അയ്യപ്പ സംഗമത്തിന് വന്ന ആളുകൾ താമസിച്ചുള്ളത് മൂന്നാറും ബാക്കി സ്ഥലങ്ങളിലൊക്കെ, വലിയ വലിയ റിസോർട്ടിലും വേറെ സ്ഥലങ്ങളിലുമാണ്. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയുന്ന പരിപാടി. ഏതെങ്കിലും ഒരു ഹോട്ടലിനോ റിസോർട്ടിനോ അല്ലെങ്കിൽ ഇവർ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കമ്പനിക്ക് ഏറ്റവും കുറഞ്ഞ പൈസേൻ്റെ ബില്ലിടാൻ പറയും. എന്നിട്ട് അവിടുന്ന് വാങ്ങുന്ന ബില്ല് എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടുന്ന റേറ്റ് വേറെ ആയിരിക്കും, ആക്ച്വൽ റേറ്റിൽ ബില്ലിട്ട് വാങ്ങിയിട്ട് അതിവിടെ കണക്കിൽ കാണിക്കും. അതാണ് ഇവിടെ എക്സാജറേറ്റഡ് കണക്ക് എങ്ങനെയാണ് വന്നത്.
ഈ അയ്യപ്പ സംഗമം നടത്തിയ ഈ ഊരാരുങ്കളുടെ സബായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ടീം ആക്ച്വൽ ബില്ലുകൾ കൊടുക്കും. പക്ഷെ അവർക്ക് ആക്ച്വൽ റേറ്റ് ആയിരിക്കും ചില ഈ റൂമുകളും സാധനങ്ങളൊക്കെ കിട്ടിക്കാണ്. ഈവൻ അടിക്കുന്ന ഡീസലും പെട്രോളും വരെ പമ്പിലും ബാക്കി സ്ഥലത്തും ചോദിച്ചാൽ മതി എന്താ അവസ്ഥ എന്നുള്ളത്. 300-200 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ സംഗമത്തിന് വന്ന ആൾക്കാർ പോയി താമസിക്കേണ്ടത്, റിസോർട്ടിലും അവിടെ ഇവിടെയൊക്കെ. അതിൻ്റെ പേരിൽ ചിലവ്. പിണറായി വിജയന് പോയി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് 2 ലക്ഷം ചിലവാക്കും ഒറ്റ ദിവസം രാത്രിക്ക്. എന്തുവാ ഇത്? ജനങ്ങൾ പൊട്ടന്മാരാ? ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചെലവ് എവിടെ നിന്നെന്ന ചോദ്യത്തിന് തുടക്കം മുതൽ സർക്കാരിനും വകുപ്പ് മന്ത്രിക്കുമുള്ള മറുപടി എല്ലാം ദേവസ്വം ബോർഡ് വകയെന്നാണ്. ബജറ്റിൽ വകയിരുത്തിയ തുക മുൻകൂർ ചെലവാക്കാൻ വ്യവസ്ഥയുണ്ടെന്നും സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന തുക തിരിച്ചടച്ചാൽ പോരെയെന്നും അന്ന് ബോർഡ് നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ചെലവാക്കിയ തുകയുടെ വരവു ചെലവുകൾ ചോദിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ മറുപടി നൽകുന്നത് ജനുവരി 28-ന്. സ്പോൺസർമാരിൽ നിന്ന് കിട്ടിയ തുക ദേവസ്വം ഫണ്ടിലേക്ക് തിരിച്ചടച്ചെന്ന് മന്ത്രി വ്യക്തമാക്കി. പക്ഷേ സ്പോൺസർഷിപ്പായി ലഭിച്ച 2 കോടി രൂപ ബോർഡിലേക്ക് നിക്ഷേപിച്ചിട്ടില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. വിശദീകരണം ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മന്ത്രി തലയൂരുന്നു. അത് രാഷ്ട്രീയല്ല, അതിനൊന്നും നമ്മൾ പറയണ്ട. അത് ബോർഡ് വിശദീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് കൊടുക്കുന്ന വിശദീകരണം ഞാൻ കയറി വിശദീകരിക്കേണ്ട കാര്യം. മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ചോദ്യം ചോദിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അയ്യപ്പ സംഗമത്തിന് പന്തലൊരുക്കിയതിലും അതിഥികൾക്ക് തയ്യാറാക്കിയ ഹോട്ടൽ മുറികൾക്കുമായി ഇനിയും ബോർഡ് നൽകാനുള്ളത് 4,35,00,000 രൂപയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഹോട്ടലുകളുടെയും സ്ഥാപനത്തിന്റെയും പേരടക്കം എടുത്തു പറയുന്നത്. പന്തൽ കെട്ടിയ ഊരാളുങ്കലിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് നൽകാനുള്ളത് 4 കോടി രൂപ. ഭക്ഷണം വിതരണം ചെയ്ത കണക്കിലും പൊരുത്തക്കേടാണ്. അയ്യപ്പ സംഗമത്തിന് രാത്രിയിൽ 3000 പേർ ഭക്ഷണം കഴിച്ചെന്നാണ് ഓഡിറ്ററെ അറിയിച്ചത്. ഇതിനായി 4.5 ലക്ഷം രൂപ നൽകിയെന്നാണ് ബോർഡിന്റെ കണക്ക്. ഉച്ചയ്ക്ക് 5000 പേർ ഭക്ഷണം കഴിച്ചുവെന്നും 8.5 ലക്ഷം രൂപ ചെലവായി എന്നുമാണ് കണക്ക്. എന്നാൽ ഭക്ഷണം കഴിച്ചവരുടെ കണക്കും ബോർഡ് നൽകിയ തുകയും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഭക്ഷണം കഴിച്ചവരുടെ കണക്കേ തെറ്റല്ലേ? ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് എനിക്കറിയില്ല ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നുള്ളത്. മീഡിയ ഫുള്ള് ബ്രേക്ക് ചെയ്തത് എന്താ? ആളില്ല ഒഴിഞ്ഞ കസാര എന്നുള്ളതാണ്. പിന്നെ ഈ 3000-8000 കണക്ക് ഇവിടുന്ന് വരുന്നത് ഇത് ആളെ പറ്റിക്കുമ്പോരെല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. ഇപ്പം എന്താണെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വിശദീകരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയിട്ടില്ല എന്നല്ല എല്ലാവർക്കും അറിയാം. അവർ തന്നെ അത് റിജക്ട് ചെയ്ത് അവർക്ക് തുക കിട്ടിയിട്ടില്ല. അവർ പരിപാടി അവതരിപ്പിക്കാത്തവർക്ക് എന്തിനു പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളത് പറയുന്നില്ല. ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ പോയത് എന്ന് പറയുന്നത്. ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക് എന്ത് പരിപാടിയുടെ അവിടെ കാണിച്ചത്? അയ്യോ, അതങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരാൻ പോണത് ഏറെക്കുറെ ഇതൊരു എക്സാജറേറ്റഡ് കണക്കാണെന്നോ അല്ലെങ്കിൽ ഓഡിറ്റ് നടന്നു എന്നുള്ള എന്താണെങ്കിലും പച്ച വെളിച്ചം പോലെ എല്ലാവർക്കും കുറേ ഓഡിറ്റ് നടന്നിട്ടുണ്ട്. ഓഡിറ്റർ കയ്യിലെത്തിയ രേഖകൾ എക്സാജറേറ്റഡ് ആണെന്നുള്ളത്. ഇനി ഇവർ പറയാൻ പോണത് ആദ്യമൊക്കെ പറയുന്നത് ഇത് ഓഡിറ്റ് കണക്കല്ല, ഓക്കെ, ഇത് വെറും എക്സ്പെൻഡിച്ചർ ഇതായിരിക്കും എന്നുള്ള എസ്റ്റിമേഷൻ കണക്കെടുത്ത് വെച്ചിട്ട് മീഡിയക്കാരടിച്ചു എന്നുള്ളതാണ്. അതൊക്കെ പൊളിഞ്ഞു. കാരണം ഇന്ന് ദേവസ്വം വകുപ്പ് എന്ത് ചെയ്തു? ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് പറഞ്ഞു നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ആ കണക്ക് കാണിച്ചത് പെശക് പറ്റിയതാണെന്ന് പറഞ്ഞു. ഇനി 17-ാം തീയതിയിലേക്ക് എല്ലാവരും കൂടിയിരുന്നൊരു ആലോചന വരുന്നുണ്ട്. അതിൽ ഇനി മുന്നോട്ട് തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസിക്കലി 10-11 കോടി ചിലവാക്കിയ ഒരു പരിപാടി, അതിൽ സ്പോൺസർഷിപ്പ് എത്ര വന്നു, ദേവസ്വം ബോർഡിൽ നിന്ന് എത്ര എടുത്തു, അത് ദേവസ്വം ബോർഡിലേക്ക് എത്ര തിരിച്ചടച്ചു, ഇതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലും എന്തില്ല, ക്ലാരിറ്റി ഇല്ല. അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിൽ ഗുരുതര വീഴ്ചകളും ക്രമക്കേടും ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ നിയോഗിച്ച ഓഡിറ്ററുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ. കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടി വന്നതിനാൽ ഓഡിറ്ററുടെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാനായില്ലെന്നാണ് ബോർഡിന്റെ വാദം. അതുകൊണ്ട് നന്ദഗോവിന്ദം ഭജൻ സംബന്ധിച്ച തെറ്റുകൾ പോലെയുള്ള പൊരുത്തക്കേടുകൾ റിപ്പോർട്ടിലുണ്ടായി. നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. എന്നാൽ പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിൽ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി സ്റ്റേറ്റ്മെന്റ് നൽകി. പകരം അവതരിപ്പിച്ച പരിപാടിക്ക് ചെലവ് 8 ലക്ഷമായെന്ന് ബോർഡ് സമ്മതിക്കുന്നു. റിഹേഴ്സലിനുൾപ്പെടെ പണം ചെലവായെന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ 1 ലക്ഷം ചെലവായെന്നത് തെറ്റാണ്. പക്ഷേ VVIPകളുടെ താമസത്തിനായി പമ്പ ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന് പണം ചെലവായെന്ന് സമ്മതിക്കുന്നു. പരിചയസമ്പത്തും
കിബി എംപാനൽ അംഗീകാരവും ഉള്ളതിനാലാണ് ഊരാളുങ്കലിന് കീഴിലെ IIICA ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയാക്കിയത്. ധനലക്ഷ്മി ബാങ്കിലെ പ്രത്യേക അക്കൗണ്ടിൽ വകയിരുത്തിയ 5 കോടിയിൽ നിന്ന് 3 കോടി ഏജൻസിക്ക് മുൻകൂറായി നൽകി. 28 ലക്ഷത്തോളം രൂപ ഹോട്ടലുകൾക്കും GST ഇനത്തിലും നൽകി. അക്കൗണ്ടിൽ പലിശ ഉൾപ്പെടെ 1.74 കോടിയുണ്ട്. സ്പോൺസർഷിപ്പായി കിട്ടിയ 3 കോടി ബോർഡ് ജനറൽ ഫണ്ടിൽ തിരികെ ഇട്ടു. 1 കോടി അദാനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ 1 കോടി കിട്ടിയെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്. ഭക്ഷണം നൽകിയവരുടെ എണ്ണം പെരുപ്പിച്ചെന്ന ആരോപണം തള്ളുന്ന ബോർഡ് ഭക്ഷണശാലയിൽ എത്തിയവർക്കെല്ലാം ഭക്ഷണം നൽകിയെന്ന് വിശദീകരിക്കുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടി എടുക്കൂ എന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. ഇതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇതിൽ മറ്റേ മോദി ഗവൺമെൻറ് അംബാനിക്ക് എല്ലാ പ്രൊജക്റ്റും കൊടുക്കുന്ന പോലെയാണ്, അംബാനി അദാനിനെ വെച്ച് കളിക്കുന്ന പോലെയാണ് ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഊരാരെങ്കിലും വെച്ചിട്ട് ഈ പിണറായി ഗവൺമെൻറ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഥയെന്ന് ആലോചിച്ച് നോക്കി. വിറ്റ് ഈ അയ്യപ്പൻ ഇനി വിറ്റിട്ട് തീരുന്നില്ലേ നിങ്ങൾക്ക്? 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും കമ്മ്യൂണിസം ഒക്കെ നിങ്ങൾ മാറ്റിവെച്ച്, നിങ്ങൾ മൊത്തത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബേസിക് കോർ തന്നെ മാറ്റിവെച്ചാൽ എവിടെ വോട്ട് കിട്ടുമോ അവിടെ പോയി വളഞ്ഞു നിൽക്കാന്നാണോ നിങ്ങളുടെയൊക്കെ ഭാവം? അണികൾ നിങ്ങൾക്ക് മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? കുറേ അയ്യപ്പനെ വെക്കണം, കുറേ പടച്ചോനെ വെക്കണം, കുറേ യേശുവിനെ വെക്കണം. ആദ്യമൊന്നും ഈ പാർട്ടിയിലൊരു ഒരു ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. മനസ്സിലായി? നേതാക്കന്മാരുടെ ഇടയിലാണെങ്കിൽ പോലും ഓക്കെ, വിശ്വാസങ്ങളെ അങ്ങോട്ട് കടന്ന് ആക്രമിച്ചില്ലെങ്കിലും വിശ്വാസത്തിന് മുതലെടുക്കാനും വിശ്വാസികളെ മുതലെടുക്കാനും ഈ പാർട്ടി പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതും തുടങ്ങി. കഷ്ടം തന്നെ.